കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ അനധികൃതമായി പുതുക്കി നൽകിയതിനാണ് കൊണ്ടോട്ടി സബ് ആർ.ടി.ഒ ഓഫീസിലെ ജോയിന്റ് ആർ.ടി.ഒ അൻവർ, തിരൂർ സബ് ആർ.ടി.ഒ ഓഫീസിലെ ജോയിന്റ് ആർ.ടി.ഒ ശങ്കരപിള്ള എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. ഇതേ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 24 സംഘമാണ് തിരൂർ സബ് ആർ.ടി.ഒ ഓഫീസിലെ 2.25 കോടിയുടെ ക്രമക്കേട് നടത്തിയത്. ദക്ഷിണമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണത്തിൽ വൻ തട്ടിപ്പ് പുറത്തായി. ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ ഓഫീസിൽ പൂഴ്ത്തിവച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി കുറ്റക്കാരെ സംരക്ഷിക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് അന്വേഷണമെന്ന പ്രഹസനം നടത്തിയത്? കഴിഞ്ഞ മാസം 13-ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെ മറ്റൊരു കേസിൽ സസ്പെൻഷനിലായിരുന്ന അൻവറിനെയും ശങ്കരപിള്ളയെയും തിരിച്ചെടുക്കാനും ഉത്തരവായി. തിരൂർ സബ് ആർ.ടി.ഒ ഓഫീസിലെ ജോയിന്റ് ആർ.ടി.ഒ മുതൽ ടൈപ്പിസ്റ്റ് വരെയുള്ളവരാണ് കേസിൽ പ്രതികൾ. ബസ്സും കാറും ലോറിയും അടക്കം ടാക്സി വാഹനങ്ങൾ ഓടാതെ കിടന്നാൽ നികുതി ഇളവ് ഉടമയ്ക്ക് ലഭിക്കും. അത്തരം ക്രമക്കേടുകളിൽ വെട്ടിപ്പ് നടത്തി. പലർക്കും വാഹന നികുതി ഒഴിവാക്കി നൽകിയും പണം കീശയിലാക്കി. ഇഷ്ടക്കാരായ വാഹന ഉടമകൾക്ക് വേണ്ടി തെറ്റായ നികുതി കണക്കാക്കലടക്കം 2.25 കോടി സർക്കാരിന് നഷ്ടമുണ്ടാക്കിയിട്ടും തുടർ നടപടികൾ വഴിമുട്ടിയ നിലയിലാണ്. എ.കെ. സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്.